സ്നേഹം പ്രകടിപ്പിക്കുകയുള്ളെങ്കിലും വല്ലാത്തൊരു കെമിസ്ട്രി ആണെന്നേ. വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യുന്ന പാർട്ട്ണറിനെ കുറിച്ചിട്ട് പലരും പറയുന്ന ഒരു കമന്റ് ആണിത്. ഇൻകൺസിസ്റ്റന്റ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഹോട്ട് ആൻഡ് കോൾഡ് ആയിട്ടുള്ള ഒരു പ്രവണതയാണ്. റിലേഷൻഷിപ്പിനുള്ളിലാണ് നമ്മളിത് കണ്ടുവരുന്നത് അല്ലെ. അതായത് വല്ലപ്പോഴും മാത്രം നമ്മളെ വന്ന് സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എനിക്ക് എന്തോ വലിയ റിവാർഡ് കിട്ടിയിരിക്കുകയാണ്, ഞാൻ അത്രമേൽ സന്തോഷിക്കുകയാണ് ഈ വ്യക്തിക്കൊപ്പം എന്ന്. വീണ്ടും ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഇല്ലാതെ പോകുമ്പോൾ ആ വ്യക്തിയെ ചേസ് ചെയ്ത് നമ്മൾ അതേ ലെവൽ ഓഫ് അഫെക്ഷനും അതേ ലെവൽ ഓഫ് കെയറും ഒക്കെ കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ വ്യക്തിയുടെ ആ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയുന്ന ബിഹേവിയർ നമ്മളെ എങ്ങനെയാ സ്വാധീനിക്കുന്നത് എന്നുള്ള രീതിയാണ്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കിയിരിക്കുന്നത് അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു കെമിസ്ട്രി ആണ് എന്നുള്ള രീതിയിലാണ്. വാസ്തവത്തിൽ ഇതൊരു ആങ്സൈറ്റി ആണ്. ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്നതല്ല കിട്ടുന്നത്, നേരെ മറിച്ച് നിങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ട കുറച്ച് എന്തെങ്കിലുമാണ് അതിൽ നിന്ന് കിട്ടുക. ഈ ഒരു പ്രവണത സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ലെവൽ ഓഫ് ഡോപ്പമൈനും ഓക്സിറ്റോക്സിനും ഒക്കെ വല്ലപ്പോഴും ഇവർ വരുമ്പോൾ വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇവരുടെ പ്രസൻസ് ഇല്ലാതെ പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും നിലംപതിച്ചു പോവില്ലേ, വളരെയധികം ഡിപ്രസീവ് ആയി പോവില്ലേ. ഇതൊക്കെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് കേട്ടോ റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ച്. ഒരിക്കലും ഇൻകൺസിസ്റ്റന്റ് ബിഹേവിയറിനെ അത് നോർമലൈസ് ചെയ്തുകൊണ്ട് കെമിസ്ട്രി എന്നുള്ള രീതിയിൽ പറയരുത്. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് അവിടെ ഡാമേജ് ആകുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്ത് പോകേണ്ട കാര്യമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പലരും ഇങ്ങനെ പറയാറുണ്ട്, വല്ലപ്പോഴുമേ വരുള്ളെങ്കിലും അത് വലിയൊരു സ്നേഹപ്രകടനമാണ്. പക്ഷെ ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് കാരണം തന്നെ കുറെ അധികം നാള് വീണ്ടും ഡൗൺ ആയി വിഷമിച്ച് ഇങ്ങനെയേയിരിക്കും. കുറേയധികം മാസങ്ങൾ നിങ്ങൾക്ക് യാതൊരു കണക്ഷനും ഇല്ല, കുറേയധികം ആഴ്ചകൾ യാതൊരു കണക്ഷനും ഇല്ല. വീണ്ടും വരുമ്പോൾ വീണ്ടും വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇടയിൽ വരുന്ന ഡിപ്രസീവ് ആയിട്ടുള്ള സിംറ്റംസും കൂടി നിങ്ങൾ കാണേണ്ട കാര്യം തന്നെയാണ്. അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേണുകളെല്ലാം അഡ്രസ് ചെയ്ത് തന്നെ പോകണം. ആങ്സൈറ്റിയെ ആങ്സൈറ്റി ആയിട്ടും റിയാലിറ്റിയെ റിയാലിറ്റി ആയിട്ടും അഡിക്ഷനെ അഡിക്ഷൻ ആയിട്ടും ഒക്കെ കണ്ടിട്ട് വേണം ബന്ധങ്ങളിൽ നിൽക്കാൻ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്ഫർ ടു ഇൻസ്പയർ.